എന്റെ കേരളക്കരയിലെ മുത്തുകളെ വെൽക്കം ടു വ്ലോഗ്സ്. അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ നേരിയരി, 1 കിലോ ചിക്കൻ, ഉപ്പും മുളകും ഇട്ടിട്ട് പെരട്ടി അരമണിക്കൂർ പെരട്ടി വെച്ചാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 4 തക്കാളി ചെറുതായി എരിഞ്ഞത്, പിന്നെ ഒരു 5 സവാള ചെറുതായി എരിഞ്ഞത്, കുറച്ച് മല്ലിച്ചപ്പും പുതിനയും, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചത്, പിന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ഏലക്കായി, ഗ്രാമ്പൂ, പട്ട, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ കുരുമുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ 50 ഗ്രാം പശു നെയ്യും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം. അപ്പം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സവാള ഇട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതൊരു കാപ്പി കളറായി വരണം കേട്ടോ. അപ്പം ഇതൊരു ബ്രൗൺ കളറായി വരണം. അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഇത് ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി നല്ലോണം ബ്രൗൺ കളറായി നമുക്കിത് കോരി മാറ്റാം. ഇത് ബ്രൗൺ കളറായി ഇട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഇപ്പം ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആക്കാനാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. നല്ലോണം വഴറ്റിക്കൊണ്ടേ ഇരിക്കട്ടാ. വേഗം വാടിക്കിട്ടാൻ നമ്മൾ ഇതിലേക്ക് ശകലം ഉപ്പിടുന്നുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഇറക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഒരു കാര്യം വെച്ചാൽ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം നമ്മൾ ഇതേ എണ്ണയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് വഴറ്റിയെടുക്കും. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. മുന്തിരി നന്നായി പൊങ്ങി വരണം കേട്ടോ. ഇപ്പം ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പം ഇത് ഇവിടെ കുറച്ച് സമയം വെക്കാം. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലോണം വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കണം.
ഇത് നന്നായി വഴറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ളി കുറച്ച് വെന്തിട്ടാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു വെക്കണം ഒരു 5 മിനിറ്റ് കേട്ടോ. അപ്പം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് തീ കുറച്ചിട്ട് മറിച്ചിടാൻ പറ്റുള്ളൂ കേട്ടോ, ഇത് പൊട്ടിത്തെറിക്കും. പിന്നെ വെള്ളമില്ല കയ്യിലൊന്നും വെച്ചിട്ട് തൊടാനേ പാടില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വരണം കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, മറ്റേ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കണം. നമുക്കിതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. നല്ലോണം ഇത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊരിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് മസാലയിലേക്ക് ഓരോ കോഴി പൊരിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ നന്നായി മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇത് മൂടി വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗീയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏലക്കായി, പട്ട, ഗ്രാമ്പു അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ചേർത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നേരത്തെ നമ്മൾ അരി ഈ പാട്ടക്ക് ഒരു പാട്ടയാണ് എടുത്തത്. അപ്പം നമുക്ക് ഈ പാട്ടക്ക് 2 പാട്ട വെള്ളം ഒഴിക്കണം. നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ചെറുങ്ങനെ മുറിച്ച ക്യാരറ്റ് നേരത്തെ പറയാൻ വിട്ടു ഇനി തോന്നുന്നു. ഇനി 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് അരിയിടാൻ പറ്റുമല്ലോ. അപ്പം നമുക്കിത് തിളക്കുന്ന നേരം ഒന്ന് കാത്തിക്കാം. നമുക്കിതൊന്ന് തിളക്കുന്ന നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാൻ തിളച്ചിരുന്ന നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കുറച്ച് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതിൽ ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കണം. ഇതിൽ ഉപ്പ് കണക്ക് തന്നെയാണ്, നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് അടച്ചു വെക്കാം. തീ കൂട്ടിയിട്ടാണ് ഉള്ളത്. 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പം നമ്മൾ ഇത് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ നെയ്ച്ചോറും മസാലയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഇനി നമുക്ക് പകുതി കുറച്ച് ചോറ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മതി. ഇനി നമുക്ക് ഇതിൻ്റെ മേലിൽ കുറച്ച് ഗരം മസാല പൊടി വിതറി കൊടുക്കാം. മഞ്ഞ കളറിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞപ്പൊടി ചെറുനാരങ്ങയിൽ കലക്കിയിട്ടുണ്ട്. അതും കൂടി കുറച്ച് ഒഴിച്ചെടുക്കാം.
പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി, മുന്തിരി, അണ്ടിപ്പരിപ്പ് അത് കുറച്ച് ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മല്ലിച്ചപ്പും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പും പുതിനയെ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പം നമ്മൾ മസാലയൊക്കെ ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചോറ് നമുക്ക് ഇതിൻ്റെ മേലിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലിൽ ഗരം മസാലപ്പൊടി, നേരത്തെ ഇട്ടതിൻ്റെ ബാക്കി ചെറുനാരങ്ങയും മഞ്ഞപ്പൊടിയും കലക്കിയത്, പിന്നെ മുന്തിരി, അണ്ടിയും ഉള്ളിയും കൂടി വറുത്തെടുത്തത്, പിന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പശുനെയ്യും കൂടി ഇതിൻ്റെ മേലിലേക്ക് ഉറ്റിച്ചെടുക്കാം. ഇനി നമുക്കിത് ദമ്മിട്ടിട്ട് വെക്കാം. ചെറിയ തീയിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണി ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വിളമ്പിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ നല്ല ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.